ഫുഡൊക്കെ കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ധാബിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം കുത്തപ്പിലേക്ക് പോകാൻ പോയിന്ന്. അപ്പോൾ ഇപ്പം മെട്രോ മെട്രോ വഴിയാണ് നമ്മൾ കുത്തപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഉള്ളത് ബ്ലൂ ലൈനിലാണ്. ബ്ലൂ ലൈനിൽ കയറിയിട്ട് നമ്മൾ ട്രെയിൻ ആദ്യം മാറി കയറണം എന്ന് തോന്നുന്നു. കറക്റ്റ് എക്സാക്ട്ലി ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ബ്ലൂ ലൈനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി യെല്ലോ ലൈനിൽ മാറി കയറിയിട്ട് നമ്മൾ നേർക്ക് ഇനി കുത്തപ്പിലേക്ക് പോകും. യെല്ലോ ലൈനിൽ ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിനെത്തി. ട്രെയിൻ ഈ ടൈം നല്ല ക്രൗഡഡ് ആട്ടോ. ഇതിൽ കാണിക്കുന്നത് നമ്മളെ കുത്തബ് മിനാർ ആട്ടോ ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മളിവിടെ കുത്തബ് മിനാറിന്റെ സ്റ്റോപ്പിലെത്തി. ഇനി ഇവിടെ നിന്ന് ഒരു 2.2 കിലോമീറ്റർ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ഉണ്ട്. ഏതായാലും ഓട്ടോറിക്ഷക്ക് പെർ ഹെഡിന് വാങ്ങുന്നത് 20 റുപ്പീസ് ആട്ടോ. അങ്ങനെ ഇപ്പൊ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് ഇപ്പോൾ ഇവിടെ എത്തി. നമ്മളെ കുത്തബ് മിനാറിലേക്ക് ഓട്ടോറിക്ഷ ഇറക്കി. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആൾക്കൂട്ടം നോക്കിയിട്ട് ഇത്രയും ആളാണ് നമ്മളെ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും പേരുണ്ട് നമ്മുടെ ഡൽഹിയിലെ ഒരു മെയിൻ സംഭവം തന്നെ, ഒരു മെയിൻ അട്രാക്ഷൻ നമ്മളെ കുത്തബ് മിനാർ. അതുകൊണ്ട് തന്നെ ഇത്രയും ജനങ്ങൾ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മളെ ഇന്ത്യൻസിനും അതുപോലെ ഫോറിനേഴ്സിനും വേറെ എമൗണ്ട് ആട്ടോ. ഫോറിനേഴ്സിന് 600 വരെയും അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻസിന് ജസ്റ്റ് 40 റുപ്പീസും ഉള്ളത്. ടിക്കറ്റിൻ്റെ അതുപോലെ തന്നെ ഒരു ചെറിയ വ്യത്യാസം കൂടി ഉണ്ട്. നമ്മളെ ഫോറിനേഴ്സിന് 50 രൂപേൻ്റെയും അതുപോലെ നമ്മളെ ഇന്ത്യൻസിന് 5 റുപ്പീസിൻ്റെയും ചേഞ്ച് നമ്മളെ ഡെബിറ്റ് കാർഡിലും അതുപോലെ തന്നെ ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിലുള്ള പാർക്കിംഗ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡാട്ടോ നമ്മുടെ കുത്തബ് വരുന്നത്. ഇതാണ് നമ്മളെ എൻട്രിക്ക് തന്നെ കോയന് പോലത്തെ ഒരു സംഭവമാണ്. ഇതാണ് അലൈ മിനാർ. സുൽത്താൻ അലാവുദ്ദീൻ ഖൽജിയിൽ നടക്കാതെ പോയ ഒരു ആഗ്രഹമായിരുന്നു ഈ അലൈ മിനാർ. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മളെ കുത്തബ് മിനാറിനെക്കാട്ടിയും വലിയൊരു മിനാർ പണിയാനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി അതെല്ലാം ഇല്ലാണ്ടായി. ഇതൊക്കെ കല്ലറകൾ കേട്ടോ, നമ്മുടെ ടോംസ് ആണ്. മരിച്ചവരുടെ ശവക്കല്ലറയാണ്. വേറെ ഒരു വലിയ ടോംബ് കേട്ടോ വലുത്. ആരുടെ ആണെന്ന് ഇവിടെ മെൻഷൻ കൊടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ കുത്തബ് മിനാർ. ഇതാണ് കുത്തബ് മിനാറിന്റെ മുമ്പിലുള്ള ആ ഒരു അയൺ പില്ലർ. ഇതെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ടും തുരുമ്പിക്കാതെ ഒരു ഇരുമ്പ്. കാരണം എന്ന് വെച്ചാൽ ഇത് പല മഴയും അതുപോലെ വെയിലും കാര്യങ്ങളെല്ലാം കടന്നു പോകുന്നു. പക്ഷെ ഇതിനൊന്നും സംഭവിച്ചില്ല ഇതുവരെയായിട്ട്. സെക്യൂരിറ്റി ബസ് അവരോട് ഇറങ്ങാൻ പറയുന്നത് കേട്ടോ. പിള്ളേർ വീടിൻ്റെ മുകളിൽ കയറി. ഇത് വേറെ ടോംബുകളാണ്. അപ്പോൾ ഈ ടോമിൻ്റെ മുകളിൽ പിള്ളേർ കളിക്കുമ്പോൾ സെക്യൂരിറ്റി ഫോഴ്സ് ഇറങ്ങി പോകാൻ പറയുന്നതാണ്. കുത്തബ് മിനാറിന്റെ നിർമ്മാതാവായ ഖുതുബുദ്ദീൻ ഐബക്കിന്റെ പേരിൽ നിന്നാണ് കുത്തബ് മിനാർ എന്നുള്ള പേര് ഈ മിനാറിന് വന്നിട്ടുള്ളത്. ഇതാണ് കുത്തബ് മിനാറിന്റെ ഉൾവശത്തുള്ള ഗാർഡൻ. പഴയ ജയില് വല്ലതാണോ എന്താണെന്നറിയില്ല. ഈ സ്റ്റെപ്പെല്ലാം ഉണ്ട്. നമ്മളത്ര ആയിട്ടുള്ള ചെറിയ മരങ്ങളാട്ടോ അത്. അതുപോലെ വലിയതും ഉണ്ട്.
ഏറെക്കുറെ എല്ലാം നല്ല രീതിയിൽ ഉണ്ടായിരുന്നതായിരുന്നു മുമ്പ്. പക്ഷേ ഭൂകമ്പം വരുമ്പോൾ, നമ്മൾ എർത്ത് വരുമ്പോൾ ഓരോന്ന് നശിച്ച് ഇല്ലാതാവുകയാണ് ചെയ്ത്. നമ്മുടെ കുത്തബ് മിനാറിന് പലവട്ടം ഡാമേജുകൾ സംഭവിച്ചിട്ട് അതിനുശേഷം ഓരോ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഈ ഒരു രൂപത്തിൽ ഇപ്പം നിലവിലുള്ളത്. മരത്തിനെ കൊണ്ടാട്ടോ ഈ സ്റ്റെപ്പ് ഉണ്ടാക്കിയത്. ഇതൊക്കെ മാർബിൾ ആട്ടോ, നല്ല തണുപ്പാണ്, നല്ല ഫീലാണ് ഇവിടെ തൊടാനല്ലോ. ഇത് വേറെ ടോംബാട്ടോ. ഇവിടെ ഏകദേശം മുഴുവൻ ടോംബ് തന്നെയാണ് ഈ കുത്തബ് മിനാറിന്റെ ചുറ്റുമുള്ളത്. കുത്തബ് മിനാറിന്റെ ചുറ്റും നമുക്ക് ഓരോ ലിപികളും അതുപോലെ തന്നെ പല ചിത്രഗുപ്തപ്പണികളും ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കയറുമ്പം കിട്ടുന്ന ആ ഒരു ടോക്കൺ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നവരെ കളയാൻ പാടില്ല. കളഞ്ഞാൽ നമുക്കതിൽ ഫൈനും അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ആക്ഷൻസ് കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ മാത്രമാണ് നമ്മളെ കുത്തബ് മിനാറിലെ കാഴ്ചകൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്പോട്ടുമായി വീണ്ടും കാണാം.